ഹലോ, എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് റൂൾസ് ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇതെന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതേപോലെ എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ. കൂടാതെ ഒരെണ്ണം കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെറ്റിപ്പോകുന്ന ഒരു കേസാണ് എ റേസ് ടു 1 ഈക്വൽ ടു എ റേസ് ടു 0 ഈക്വൽ ടു 1. ഓക്കെ, എ റേസ് ടു 1 എന്ന് പറയുന്നത് എ ആയിരിക്കും, എ റേസ് ടു 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. കുറച്ച് എക്സാമ്പിൾസ് കൂടെ നോക്കാം. ഓക്കെ, 23 റേസ് ടു 1. ഓക്കെ, 23 റേസ് ടു 1 ഏത് കേസിലാണ്? എ റേസ് ടു 1ൻ്റെ കേസിലാണ് നിൽക്കുന്നത്. സോ ആൻസർ ഇസ് 23. അതേപോലെ 100 റേസ് ടു 1 ഇവിടെ എന്തായിരിക്കും വരിക? ആൻസർ 100 തന്നെയായിരിക്കും. കാരണം ഏതൊരു നമ്പർ റേസ് ടു പവർ 1 ആണെങ്കിൽ അതിൻ്റെ ആൻസർ ആ സെയിം നമ്പർ ആയിരിക്കും. ഓക്കെ, 44 റേസ് ടു 0 ഈക്വൽ ടു 1. 15 റേസ് ടു 0 ഇസ് 1. എന്തുകൊണ്ടാണ്? ഏതൊരു നമ്പർ റേസ് ടു പവർ 0 ആണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ എനി നമ്പർ റേസ് ടു പവർ 1 ഈക്വൽ ടു ദാറ്റ് നമ്പർ. അതേപോലെ ഏതൊരു നമ്പർ റേസ് ടു പവർ 0 ആണെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും ആൻസർ. ഓക്കെ, 3 റേസ് ടു 14 ഇൻറ്റു 3 റേസ് ടു 11 ഈക്വൽ ടു 3 റേസ് ടു 14 പ്ലസ് 11 ഈസ് 3 റേസ് ടു 25. ഓക്കെ, എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ളതാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇപ്പോൾ 3 റേസ് ടു 25 ആയിരിക്കും ആൻസർ. ഓക്കെ, 18 റേസ് ടു 14 ഡിവൈഡഡ് ബൈ 18 റേസ് ടു 7 ഈസ് എ റേസ് ടു എം മൈനസ് എൻ. 18 റേസ് ടു 14 മൈനസ് 7 ഈക്വൽ ടു 18 റേസ് ടു 7 ആയിരിക്കും ആൻസർ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം മൈനസ് എൻ.